വിശ്വാമിത്രൻ തപസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വസിഷ്ഠനോട് മത്സരമുണ്ടായിരുന്നു. എന്താണ്, എത്രയൊക്കെ തപസ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ ആരും ബ്രഹ്മർഷി എന്ന് പറയുന്നില്ല. വിശ്വാമിത്ര മഹർഷി മഹാനായ ഋഷി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് സംശയം തോന്നി, ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്താ എന്നെ ബ്രഹ്മർഷി എന്ന് ആരും പറയാത്തത്? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അതിന് മറുപടി പിന്നെ പറയാം. നിങ്ങൾ പോയിട്ട് നിങ്ങളെക്കാൾ യോഗ്യത കുറഞ്ഞ 1000 പേർക്ക് അന്നദാനങ്ങൾ നടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞു. വസിഷ്ഠനെയും വിളിച്ച് തന്നെ പറഞ്ഞു, വസിഷ്ഠ, നിന്നേക്കാൾ യോഗ്യത കുറഞ്ഞ 1000 പേർക്ക് അന്നദാനം നടത്തിയിട്ട് വരിക, ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. വിശ്വാമിത്രൻ വളരെ പെട്ടെന്ന് 1000 പേരെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് തിരിച്ചു വന്നു. വസിഷ്ഠനും ചെന്നു. വിശ്വാമിത്രനോട് ബ്രഹ്മാവ് ചോദിച്ചു, ഇങ്ങനെ 1000 പേർക്ക് അന്നദാനം നൽകി. 1000 പേർക്ക് അന്നദാനം നൽകി. എത്ര പെട്ടെന്ന് നൽകി. വസിഷ്ഠനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എന്നേക്കാൾ യോഗ്യത കുറഞ്ഞ ആളായതുകൊണ്ടല്ല, അത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളുടെ സമ്മതത്തോട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് എന്നേക്കാൾ യോഗ്യത കുറഞ്ഞ ആളുകളെ കാണാൻ പറ്റുന്നില്ല. എനിക്കില്ലാത്ത എന്തെങ്കിലും ഒരു യോഗ്യത ആർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എനിക്കത് സാധ്യമല്ല. അരുന്ധതിക്ക് മാത്രം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ വിശ്വാമിത്രനൊന്ന് നോക്കി, വളരെ പെട്ടെന്ന് 1000 പേരെ വിളിച്ച് സദ്യം കൊടുത്തിട്ട് ഇദ്ദേഹം ചെന്നിരിക്കുകയാണ്. അപ്പോൾ അഹന്ത, തൻ്റെ കീഴെയാണ് എല്ലാവരും എന്നുള്ള വിശ്വാമിത്രൻ്റെ ചിന്ത. എന്താണ് ആ ചിന്ത വരുന്നത്? രാജാവായിരുന്നേ, രാജാവായിട്ട് നല്ലപോലെ ദുഷ്ടന്മാരെ അമർച്ച ചെയ്ത് രാജ്യം ഭരിച്ച ആളാണ്. അതുകൊണ്ട് ആ ഒരു അഹന്തയുടെ ഭാവം അദ്ദേഹത്തിൽ നിന്ന് നിർമൂലമാകുന്നില്ല, വേരറ്റ് നശിച്ചു പോകുന്നില്ല, ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ വിശ്വാമിത്രന് കാര്യം മനസ്സിലായി. ഇപ്പോൾ കൂടുതൽ ഫലാപേക്ഷയില്ലാതെ ചെയ്യുന്ന തപസ് വരുമ്പോൾ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും. ഇത് ഫലാപേക്ഷയില്ലാത്ത തപസ്സായിരുന്നു. ആരുടേത്? ഉത്തങ്കൻ്റേത്. ഉത്തങ്കൻ എന്നാണ് പേര്. അത്ര ഒരു സുഖമുള്ള പേരല്ല കേൾക്കാൻ, ഉത്തങ്കൻ. അവസാനം നിവൃത്തിയില്ലാതെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പരിപൂർണമായും സംപ്രീതനായിരിക്കുന്നു നിങ്ങളുടെ തപസ്സിൽ. സാത്വികമായ തപസ്, ശുദ്ധമായ തപസ്, ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത തപസ്, ഫലങ്ങൾ യാചിക്കാത്ത തപസ്, ഫലാപേക്ഷാരഹിതമായ തപസ്സായതുകൊണ്ട് എന്തു ചോദിച്ചാലും തരാൻ സന്നദ്ധനായി ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ദേവനാകണമോ? വേണ്ട. അപ്പോൾ അതിനേക്കാൾ കൂടിയ ഒരു സമ്മാനം കൂടി അദ്ദേഹം മുൻപിലേക്ക് വെച്ചു. ദേവേന്ദ്രനാകണമോ? ഇപ്പോഴുള്ള ദേവേന്ദ്രനെ മാറ്റിയിട്ട് നിങ്ങളെ ദേവേന്ദ്രനാക്കാം എന്ന് പറഞ്ഞു. അതും വേണ്ട. പിന്നെ എന്തിനാണ് ഞങ്ങൾ തപസ് ചെയ്തത്? എൻ്റെ മനസ്സ് ഒരിക്കലും സത്യം, ധർമ്മം, ദമം ഈ മൂന്നിൽ നിന്നും വേർപിരിഞ്ഞു പോകാൻ പാടില്ല. ഒരിക്കലും അധാർമികമായ ഒന്നും എനിക്ക് തോന്നരുത്. ഒരിക്കലും എനിക്ക് അസത്യം പറയേണ്ടി വരരുത്. ഒരിക്കലും എൻ്റെ ദമത്തിൽ നിന്ന് എൻ്റെ ഇന്ദ്രിയങ്ങൾ പിടിവിട്ടു പോകരുത്. എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പിടിവിട്ടു പോകരുത്. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പിടിവിട്ടു പോകരുത്. അങ്ങനെ ശമദമങ്ങളും സത്യവും ധർമ്മവും ഇവ മൂന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് അനേകം തപസ്സുകൾ നോക്കാം. ഇതാർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? ധർമ്മപുത്രർക്കാണ്. അപ്പോൾ ഈ കഥയിലൂടെ ധർമ്മപുത്രർ പരീക്ഷിക്കപ്പെടുകയാണ്. ഈ കഥ കേൾക്കുമ്പോൾ ധർമ്മപുത്രർ എന്ത് വിചാരിക്കും? അങ്ങനെ വിചാരിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് ധർമ്മപുത്രർ എന്ത് വിചാരിക്കും? ഞാനിങ്ങനെയാണോ എന്ന് അദ്ദേഹം വിചാരിക്കും. ഇതൊരു സാധാരണ ബ്രാഹ്മണൻ ചെയ്ത തപസ്സാണ്. ഞാനിങ്ങനെ ഒരു തപസ്വിയാണോ? ഒന്ന്, എനിക്ക് ആഗ്രഹങ്ങളില്ലേ? ഈ ആഗ്രഹങ്ങൾ ഞാൻ ദൂരീകരിക്കേണ്ടതില്ലേ? ഇത് വിഷ്ണു പ്രത്യക്ഷനായി വന്ന് നിന്നുകൊണ്ട് ദേവേന്ദ്രനാക്കാമെന്ന് വാക്ക് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ദ്രപദവി പോലും വേണ്ട. ഇന്ദ്രൻ്റെതിനേക്കാൾ വലിയൊരു പദവി അന്ന് പറയാനില്ല.
മനുഷ്യന് ലബ്ധമാകാവുന്ന പദവികളിൽ വെച്ച് ഇന്ദ്രപദവിയേക്കാൾ സമുന്നതമായ ഒരു പദവി, അന്ന് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു പദവി, സർവാദരം നേടുന്ന ഒരു പദവി അന്ന് വേറെയില്ല. ആ പദവിയാണ് ഇദ്ദേഹം വച്ച് നീട്ടുന്നത്. എന്നുവെച്ചാൽ എന്തുമായി സാധാരണ ചോദിക്കുന്നത്, രാവണൻ ചോദിച്ചത് എന്താണ്? അമരത്വമാണ്. ശുംഭന്മാർ ചോദിച്ചത് എന്താണ്? അമരത്വമാണ്. കുംഭകർണൻ ചോദിച്ചത് അമരത്വമാണ്. ത്രിപുരന്മാർ ചോദിച്ചത് അമരത്വമാണ്. എല്ലാവരും തപസ് ചെയ്തിട്ട് ബ്രഹ്മാവോ വിഷ്ണുവോ ശിവനോ പ്രത്യക്ഷപ്പെടുമ്പോൾ അമരത്വമാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് പറയും. ഇവിടെ ഇന്ദ്രൻ്റെ പദവിയാണ് വെച്ച് നീട്ടുന്നത്. ആ ഇന്ദ്രൻ്റെ പദവി ആവശ്യമില്ലെന്ന് പറയുന്ന ഒരാളുടെ മനുഷ്യത്വത്തിൻ്റെ അത്ഭുതകരമായ പൂർണ്ണത, അയാൾ നേടിയെടുത്തിരിക്കുന്ന നിഷ്കാമതയുടെ അത്ഭുതകരമായ വ്യാപ്തി, അയാളുടെ ത്യാഗബുദ്ധിയുടെ അന്യാദൃശമായ അഗാധത, ഇതൊക്കെ ആരെ അത്ഭുതപ്പെടുത്തും? ഇതൊക്കെ ധർമ്മപുത്രരെ അത്ഭുതപ്പെടുത്തും. അദ്ദേഹം ഒരു പരീക്ഷണ കുതുകയും കൂടി ആയതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ധാർമ്മിക പരീക്ഷണത്തിന് വേണ്ടി, ധർമ്മപരീക്ഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നയാളാണ് ആര്? ധർമ്മപുത്രർ. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിവിന്ധ്യൻ ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭാര്യാസംസർഗമില്ല. പാഞ്ചാലി പിന്നെ മറ്റ് 4 പേരുടെയും ഭാര്യമാണ്. അതുകൊണ്ട് 1-ാം ഊഴമെന്നോ 2-ാം ഊഴമെന്നോ 3-ാം ഊഴമെന്നോ 4-ാം ഊഴമെന്നോ 5-ാം ഊഴമോ എന്നുള്ള ഊഴക്കണക്കുകളൊന്നുമില്ല അവിടെ. ഇദ്ദേഹം ഒരു ഊഴക്കാരനേ അല്ല. പാഞ്ചാലിയുടെ അടുത്ത് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. അപ്പോൾ ജീവിതം കൊണ്ട് ധർമാനുഭൂതിയുടെ പരീക്ഷണത്തിൻ്റെ അഗാധതയും ഔന്നത്യവും അളക്കാൻ ശ്രമിക്കുന്നയാൾ എന്ന നിലയിൽ ഈ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? സ്വയം വിമർശനം. ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ തന്നെയോ നയിക്കുന്നത് എന്ന് അദ്ദേഹം ആലോചിക്കും. ഇത് ഓരോ മനുഷ്യനും വേണ്ടതാണ്.